ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സെൻറ്റൻസുകളാണ് കേട്ടോ. വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോയുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത്, ഇന്ന് രാവിലെ അവൾ ഭക്ഷണം കഴിച്ചില്ല. അല്ലേ? ഇന്ന് രാവിലെ അവൾ ഭക്ഷണം കഴിച്ചില്ല. എങ്ങനെ പറയാ? ഷീ ഡിഡ്ന്റ് eat this morning. She didn't eat this morning. ഇന്ന് രാവിലെ അവൾ ഭക്ഷണം കഴിച്ചില്ല. ഓക്കെ, നെക്സ്റ്റ്, ഇവിടെ പേനയില്ല. ഇവിടെ ഒരു വസ്തു ഇല്ല എന്നാണ് പറയുന്നത്. അപ്പൊ എങ്ങനെ പറയാ? There is no pen here. There is no pen here. നെക്സ്റ്റ് നമ്മുടെ ഇംഗ്ലീഷ് ടെസ്റ്റിൽ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസുകളായിരിക്കും ഉണ്ടാവുക കേട്ടോ. അതായത് ഒരു വസ്തു ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് എന്താണ്, ഒരു ആള് ഇല്ല എന്ന്, ഒരു പേഴ്സൺ ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് എന്താണ് എന്നുള്ളതൊക്കെയാണ് ഇനി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരിക. അപ്പോൾ ഇവിടെ ഒരു പേന ഇല്ല എന്ന് പറയുകയാണെങ്കിൽ there is no pen here. There is no pen here. ഇനി അവിടെ എൻ്റെ ഫോൺ ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കുകയാണെങ്കിലോ, അവിടെ എൻ്റെ ഫോൺ ഉണ്ടോ? ഈസ് മൈ ഫോൺ there. ഈസ് മൈ ഫോൺ there. അവിടെ എൻ്റെ ഫോൺ ഉണ്ടോ? ഓക്കെ, ഇനി ഞാൻ അങ്ങോട്ട് വരട്ടെ. നമ്മൾ ഒരാളോട് അഡ്വൈസ് ചെയ്ത് ചോദിക്കുകയാണല്ലേ, ഞാൻ അങ്ങോട്ട് വരട്ടെ. ഇവിടെ നമ്മൾ എപ്പോഴും പഠിച്ചിട്ടുള്ളത് എന്താണ്? വരട്ടെ, പോകട്ടെ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ലെറ്റ് മീ എന്ന് യൂസ് ചെയ്യാം, അതുപോലെ മേ ഐ എന്ന് യൂസ് ചെയ്യാം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഒരു സെന്റൻസ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതിന്റെ ആൻസർ ഒക്കെ ഞാൻ പറഞ്ഞു തരാം. ഞാൻ അങ്ങോട്ട് വരട്ടെ എന്നുള്ളത് നമ്മൾ ഒരാളോട് ചോദിക്കാണ്, ഒരു അനുവാദമായിട്ട് നമ്മൾ ചോദിക്കാണ്. അവിടെ നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ നല്ലത് ഒന്നിരിക്കൽ മേ ഐ കം ദർ എന്ന് യൂസ് ചെയ്യാം. വളരെ കൺഫ്യൂഷൻ വരുന്ന ഒരു സെന്റൻസ് ആണ്. അല്ലെങ്കിൽ നമുക്ക് ഷാൾ ഐ കം ദർ എന്ന് യൂസ് ചെയ്യാം. ഇതല്ലാതെ ലെറ്റ് മീ കം ദർ എന്ന് ചോദിക്കാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെറ്റ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് നമ്മളായിട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയുടെ കൂടെയാണ്. ഓക്കെ, ലെറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് അറിയാവുന്ന, ഇപ്പം ഞാൻ അങ്ങോട്ട് വരട്ടെ എന്ന് ചോദിക്കുന്നത് അതൊരാളുടെ അനുവാദത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചോദിക്കുന്നത്. എന്നാൽ ഞാൻ പോകട്ടെ, ഇപ്പൊ നമ്മൾ പോവുകയാണ്, ആ പോകുന്ന പോക്കിൽ നമ്മൾ ഒരാളോട് പറയുകയാണെങ്കിൽ അവിടെ നമ്മൾ ലെറ്റ് മീ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ഒരാളോട് അനുവാദം, ഞാൻ അങ്ങോട്ട് വരട്ടെ എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. പക്ഷെ മറ്റുള്ളവരെ സമ്മതം നമുക്ക് വേണം, നിർബന്ധമാണ്. ഈ ഒരു സിറ്റുവേഷനിൽ ഒന്നിരിക്കൽ ഷാൾ ഐ കം ദർ എന്ന് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ മേ ഐ കം ദർ എന്ന് യൂസ് ചെയ്യണം. അവിടെ നമ്മൾ ലെറ്റ് മീ കം ദർ എന്ന് യൂസ് ചെയ്യാൻ പാടില്ല. ഇനി ഞാൻ പോവട്ടെ, ഞാൻ അങ്ങോട്ട് പോവട്ടെ എന്നുള്ളത് നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്കവിടെ ലെറ്റ് മീ ഗോ ദർ എന്ന് പറയാം, അല്ലെങ്കിൽ ലെറ്റ് മീ കം ദർ എന്ന് പറയാം. അപ്പൊ ഇവിടെ ഞാൻ അങ്ങോട്ട് വരട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഷാൾ ഐ കം ദർ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക പരമാവധി. ഓക്കെ, അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാവുന്ന ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ശരി, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.